ഞാൻ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്കിന്റെ ഷെയ്ഡാട്ടോ. ഓണിയൻ പിങ്ക് എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയുള്ള കളറാണ്. അപ്പോൾ നമ്മുടെ സാധാരണ വരുന്ന ചിലതൊക്കെ ലൈറ്റും ഡാർക്കും എല്ലാത്തിനും നമ്മൾ ആ ഒരു ഓണിയൻ പിങ്കിന്റെ കാറ്റഗറി പെടുത്താറുണ്ട്. പക്ഷേ ഇത് പക്ക അത്രയും നല്ല ഭംഗിയുള്ള ഷെയ്ഡാട്ടോ. ബനാറസി വീവിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ക്രഷ്ഡ് ടിഷ്യൂ ആ ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ. ഞാൻ പറയാറുണ്ട് ക്രഷ്ഡ് ടിഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക് ആണ്. അപ്പോൾ അത് നേരത്തെ വന്നിട്ടുണ്ട് ബനാറസിയുടെ അതേ ലുക്കിൽ തന്നെയാട്ടോ ഇതും വന്നിരിക്കുന്നത്. അത്രയും നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ നേരത്തെ ആണെങ്കിലും ബനാറസി വന്നിട്ടുണ്ടപ്പോൾ ചെറുക്കെങ്കിലും ഒരു ഇതെന്ന് പറഞ്ഞാൽ ഷോൾ ഇങ്ങനെ നമുക്ക് ഹാൻഡ് ചെയ്യാൻ കുറച്ച് പാടാണ്, കാരണം അത്ര ഹെവി ആയിരുന്നല്ലോ. അപ്പോൾ അതൊരു ശക്കലം ഒരു ബുദ്ധിമുട്ടായിരുന്നു ചിലർക്ക്. പക്ഷെ ഇത് കൊടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഹിറ്റായിട്ടുള്ള ഒരു ഐറ്റം. ബനാറസി ടൈപ്പ് വീവിങ്ങും ദുപ്പട്ട വന്നേക്കുന്നത് സെമി ടാസർ ഫാബ്രിക്കിലാണ്. അപ്പോൾ അതിൻ്റെ തന്നെ അതിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത്. ഈ കളർ കോമ്പിനേഷൻ ആഡ് ചെയ്തിട്ട് മെയിൻ കളർ വരുന്നത് ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡ്, അതിൻ്റെ അകത്ത് ഓണിയൻ പിങ്ക് ഫ്ലവേഴ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ബോർഡറിൽ സെയിം ഓണിയൻ പിങ്കിന്റെ ഒരു കുഞ്ഞു ബോർഡർ, ചെറിയൊരു ബനാറസി വീവിങ് ഒരു ബോർഡർ അതിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. ശരിക്കും കളർ പറയേണ്ട ആവശ്യമില്ല, അത്രയും എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണിത്. ഇതിന്റെ ഏകദേശം ഒരു ലുക്ക് ഇതാട്ടോ. ശരിക്കും ഇങ്ങനെ കാണുന്നതല്ല, നമ്മൾ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫംഗ്ഷൻ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഞാൻ എല്ലാ റേറ്റിലുള്ള കാണിക്കുന്നുണ്ട് കേട്ടോ, കൂടിയതും കുറഞ്ഞതും എല്ലാം കാണിക്കുന്നുണ്ട്. ഒത്തിരി വീഡിയോസ് ഇപ്പോൾ വരുന്നുണ്ട്, നോക്കിയാൽ മതി. അപ്പോൾ ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളർ, ആ ഒരു ഓണിയൻ പിങ്കിന്റെ സാറ്റിൻ സിൽക്കിന്റെ തന്നെ നല്ല കൂടിയ ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിന്റെ നമ്പർ W275, റേറ്റ് 1830 ആണ്, 1830. ഇത് നല്ല വെറൈറ്റി ഷെയ്ഡ്സ് ആട്ടോ, എല്ലാം നല്ല കളറാണ്. ഇതൊരു ഗ്രേ കളർ. ഇത്രയും റേറ്റ് ഉള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ എന്തായാലും അത്രയും നോക്കി, കുറഞ്ഞിലാണെങ്കിലും അത്ര നേരം നോക്കി തന്നെയാണ് കളേഴ്സ് സെലക്ട് ചെയ്യുന്നത്, എല്ലാവർക്കും പറ്റുന്ന രീതിക്ക്. ഇപ്പം ചിലർക്ക് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമില്ലായിരിക്കും, എന്നാൽ ഭയങ്കര ബ്രൈറ്റ് അങ്ങനെ ഡാർക്ക് ആയിട്ട് നിൽക്കുകയും വേണ്ട. ഇതൊക്കെ ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും പറ്റുന്ന ഒരു ഷെയ്ഡാട്ടോ, നല്ല കളറാണ്. ഇതിൻ്റെ അകത്തും സെയിം തന്നെ രീതിയിൽ നമുക്ക് ആ ഒരു ദുപ്പട്ടയുടെ പ്രിന്റ് പോയിട്ടുണ്ട്. ചെറിയൊരു പ്രിന്റിന് ചെറിയ വേരിയേഷൻ ഉണ്ടെന്ന് തോന്നും, പക്ഷേ കാണാൻ നല്ല രസമാട്ടോ മൊത്തത്തിൽ. ഇതിലും ഫുള്ളായിട്ട് ഇതിനകത്ത് കാണാവോ, ഈ കളർ ആയതുകൊണ്ട് ഈ ഒരു വീവിങ് കാണാവോ? ഏകദേശം നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇനി കണ്ടില്ലേലോ നോക്കി ഞാൻ ചോദിച്ചതാട്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആ ഒരു ഒരുപാട് തെളിഞ്ഞ രീതിയിലൊന്നും അല്ല, നമുക്ക് ആ ഒരു ബനാറസിയുടെ ഭംഗി ഒട്ടും പോകാതെ നല്ല രീതിയിലുള്ള വീവിങ് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ബോട്ടം വരുന്നത് സെയിം കളർ ആട്ടോ. ഇതിന്റെ നമ്പർ W273, റേറ്റ് വരുന്നത് 1830. ഇത് വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാട്ടോ. ഭയങ്കര യെല്ലോ അല്ല, ഭയങ്കര ഗോൾഡനും അല്ല, രണ്ടിനെയും കൂടെ ഇറക്കി നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. അത്ര ഭംഗിയുള്ള ഷെയ്ഡാട്ടോ ഇതും. ഇതിന്റെ ദുപ്പട്ട ഇതല്ലേ ഫ്ലവർ പാറ്റേൺ ഡിസൈൻ തന്നെയാണ്. സെമി ടെസറാണ് ദുപ്പട്ട ഫാബ്രിക് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആട്ടോ, നല്ല ഹാൻഡിൽ ചെയ്യാൻ നല്ല ഈസിയാണ്. ടോപ്പ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ഫുൾ ബ്രൊക്കേഡോ അല്ലെങ്കിൽ ഒരു ബനാറസിയുടെ ഒക്കെ ആ ഒരു ഭംഗി കിട്ടുന്ന രീതിക്കാണ് ചെയ്തേക്കുന്നത്. ബോട്ടം സെയിം കളർ തന്നെ, ഗോൾഡൻ യെല്ലോ. ഇതിന്റെ നമ്പർ W277, റേറ്റ് വരുന്ന 1830. അടുത്തത് നല്ല എലഗൻ ഫീൽ വരുന്ന സൈസ് ഒരു ഗ്രീനിഷ് ബ്ലൂ കളറാണ്. ഇതിൽ കുറച്ചൊരു ബ്ലൂ കളർ കൂടുതലുണ്ട്, പക്ഷെ ശരിക്കും ഇതിൻ്റെ അകത്തൊക്കെ ഭയങ്കര ബ്ലൂവിനേക്കാളും ഇതാട്ടോ മെയിൻ നമുക്ക് നേരിട്ട് കാണാനായിട്ടൊക്കെ. ശരിക്കും നമുക്ക് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ സാരി എടുക്കുന്നതിന് പകരം ബനാറസിയൊക്കെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, സാരിയുടെ അത്രയും നമുക്കൊരു കാഞ്ചീപുരം സാരിയൊക്കെ കൊടുക്കുന്ന അത്രയും ഗ്രാൻഡ് ലുക്ക് തരുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ബനാറസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഒരു നമുക്ക് വലിയ റേറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം 2000 ബിലോ റേഞ്ചിൽ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഇറങ്ങിയിരിക്കുന്നതാണ്. കളറിന് ചെറിയ വേരിയേഷൻ, അതുപോലെ ഫോണ്ട് ഇതനുസരിച്ച് കാണും. പിന്നെ ഈ ക്യാമറയ്ക്കകത്തും കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസം കാണും കേട്ടോ. ഇച്ചിരി ഗ്രീൻ ആയിട്ട് കണക്കൂട്ടിയാൽ മതി. പക്ഷെ നോർമലി വരുന്ന ഗ്രീനേക്കാളും ഭയങ്കര എടുപ്പാണ് ഈ ഒരു ഗ്രീൻ കളറിന്. ഇതിൻ്റെ നമ്പർ W270, റേറ്റ് 1830.